നമ്മളിന്ന് ആമസോണിൽ നിന്നും സൗണ്ട് ഫയർ എന്ന് പറയുന്ന കമ്പനിയുടെ ചൈനീസ് കമ്പനിയാണെന്ന് തോന്നുന്നുണ്ട്. സൗണ്ട് ഫയർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കാർ DVR ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വൃത്തികെട്ട ഒരു പാക്കിങ്ങിൽ, വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും തപ്പിയെടുത്ത പോലുള്ള ഒരു പാക്കിങ്ങിൽ വളരെ മോശം. അതായത് കൈകൊണ്ട് തൊടാൻ തന്നെ അർപ്പാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഔട്ടർ ബോക്സൊക്കെ വന്നിരിക്കുന്നത്. ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫംഗസൊക്കെ പിടിച്ച് എവിടെയോ വെള്ളത്തിലൊക്കെ വീണ് കിടന്ന പോലെയാണ്. അപ്പോൾ ഇത്രയും മോശം പാക്കിങ്ങിൽ നമ്മളൊരു 5000 റുപ്പീസിൻ്റെ ഒരു സാധനം, 5000 റുപ്പീസിൻ്റെ അല്ല, ₹1 സാധനം പോലും ആണെങ്കിൽ ഒരു സെല്ലറും ഇങ്ങനെ അയക്കാൻ സാധ്യതയില്ല. പക്ഷേ ആമസോണിൽ നിന്ന് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്, ആദ്യമായിട്ടാണ് ആമസോണിൽ നിന്ന് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം ഇതിനുള്ളിൽ എന്താണുള്ളത് എന്നുള്ളത്. സീലൊന്നും ഇല്ല കാര്യമായിട്ട്, അതിലൊരു സെല്ലോ ടൈപ്പ് മാത്രമാണ് അവിടെ ഒട്ടിച്ചിരിക്കുന്നത് രണ്ട് സൈഡിലും. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങൾ ലേബലൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഉള്ളിലും ഏകദേശം അതുപോലെ തന്നെയാണ്. സൗണ്ട് ഫയറിൻ്റെ ഒരു വാറണ്ടി കാർഡ് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ₹500 ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു കാർഡ്. അതായത് നമ്മൾ നല്ല റിവ്യൂ ഇടണം, 5 സ്റ്റാർ റിവ്യൂ ഇട്ടിട്ട് അയച്ചു കൊടുത്താൽ അവർ പൈസ ബാക്ക് തരും. ഇങ്ങനെയാണ് ക്വാളിറ്റി ഇല്ലാത്ത പല സാധനങ്ങളും ഓൺലൈനിൽ നല്ല റിവ്യൂ കാണുന്നത്. അപ്പോൾ നമ്മൾ ആ റിവ്യൂ കണ്ട് മേടിക്കുന്ന സമയത്ത് നമ്മൾ ചീറ്റ് ചെയ്യപ്പെടും. ആൾക്കാർക്ക് പൈസ ഇങ്ങനെ ക്യാഷ് ബാക്ക് കൊടുക്കുന്നുണ്ട്. പലരും ചിലപ്പോൾ നല്ല റിവ്യൂ കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇതിനുള്ളിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ നോക്കാം. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് വെരി ബാഡ് ആയിരുന്നു. കാരണം നമ്മൾ ഇത്രയും മോശം ബോക്സിൽ ഇങ്ങനെ ഒരു സാധനം വന്നത് നമ്മളെ ഞെട്ടിച്ചാണ് ശരിക്കും. ഇതിന് പവർ കൊടുക്കാനുള്ള കേബിള് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ക്യാമറ യൂണിറ്റ് ഉണ്ട്. ഇപ്പോൾ 2 ക്യാമറയാണ് ഫ്രണ്ടിലും ബാക്കിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് ഞാൻ പറയാം, നമ്മൾ കാർ ചാർജറിൽ നിന്ന് പവർ എടുക്കാൻ പറ്റില്ല. ഇത് നമ്മളൊരു ടെക്നീഷ്യൻ്റെ സഹായത്തോടെ നമ്മൾ ഇലക്ട്രിക്കൽ ഷോപ്പിൽ പോയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാർ ചാർജറിൽ നിന്നല്ല ഇതിൻ്റെ പവർ കൊടുക്കുന്നത്. പാർക്കിംഗ് കിറ്റ് അടക്കമാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ബാറ്ററിയിൽ നിന്നാണ് പവർ കൊടുക്കേണ്ടി വരിക. അപ്പോൾ നമ്മൾ ടെക്നീഷ്യൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മളുടെ മെയിൻ ക്യാമറ യൂണിറ്റാണ് വന്നിരിക്കുന്നത്. മെയിൻ ക്യാമറ യൂണിറ്റാണ്. ഈ സൗണ്ട് ഫയർ എന്നൊക്കെ ഉള്ളത് സ്റ്റിക്കറാണ്. എനിക്ക് തോന്നുന്നത് ഇത് അവർ ലേബൽ ചെയ്തതാണ് എന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ബട്ടൺസ് കാര്യങ്ങൾ, പവർ ബട്ടണ്, മെനു ഒക്കെ ഉണ്ട്, മൈക്ക് ഉണ്ട്. പിന്നെ ഇത് ബാക്ക് ക്യാമറ എന്നൊരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാണ്, നമുക്ക് കാഴ്ചയിൽ തന്നെ നമുക്കൊരു ഇമ്പ്രഷൻ തോന്നാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇതെത്രയാണ് ബോക്സിലുള്ളത്? 2 ക്യാമറ യൂണിറ്റ്, പവർ കൊടുക്കാനുള്ള കേബിളുകൾ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ബോക്സിൽ കിട്ടിയിരിക്കുന്നത്. അതിൽ 2 ഫ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു ടെക്നീഷ്യൻ്റെ സഹായത്തോടെ മാത്രമേ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ള എല്ലാ ഡാഷ് ക്യാമറകളും നമുക്ക് സ്വന്തം നിലയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമ്മുടെ കാറിൻ്റെ പവർ സോക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷേ ഇതല്ല, നമ്മൾ ഒരു ടെക്നീഷ്യൻ്റെ സഹായത്തോടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പഴയ മൊബൈലിലൊക്കെ വരുന്ന രീതിയിലുള്ള പിന്നാണ്. എനിക്കറിയില്ല ആ പിന്നിൻ്റെ പേര്. മൈക്രോ USB അല്ല, അതിന് മുമ്പുള്ള ഇതൊരു തരം പിന്നാണ്. അപ്പോൾ ഈ പിന്നിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കേബിളൊക്കെ എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ കേബിൾ കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടും. അതേസമയം C പിന്നോ അല്ലെങ്കിൽ മൈക്രോ USB ഒക്കെ ആണെങ്കിൽ നമ്മൾ നോർമൽ കാർ ചാർജർ ഡയറക്റ്റ് കുത്തിയെടുക്കാൻ പറ്റും നമുക്ക്. പക്ഷേ ഇതിൽ അതും പറ്റില്ല. ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കറും വന്നിട്ടുണ്ട് വണ്ടിയുടെ ഗ്ലാസ്സിലേക്ക് ഒട്ടിക്കാനുള്ള. പിന്നെ നമുക്ക് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡാഷ് ക്യാമറകൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു ആപ്പ് അത് തന്നെയാണ് ഇതിനും വന്നിരിക്കുന്നത്, വിഡ്യൂർ എന്ന് പറയുന്ന ഡാഷ് ക്യാമിൻ്റെ ആപ്പ്. അപ്പോൾ അത് നോർമലി അതിൻ്റെ ഒന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് വേറെ എന്തെങ്കിലും ആപ്പ് ഉണ്ടോ. ഇതിൽ പേര് വേറെയാണ് കാണിച്ചത്, പക്ഷേ ഓപ്പൺ ആകുന്നത് ഈ ആപ്പ് തന്നെയാണ്. ഈ ആപ്പ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഡേ ടൈമിലെ വ്യൂസ്, ഇതാണ് ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള ഡേ ടൈം വ്യൂസാണ്. 2K എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ നമുക്കൊരു ആവറേജ് ക്വാളിറ്റി, ഒട്ടും മോശം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ളതാണ്. ഇതാണ് ബാക്ക് ക്യാമറേൻ്റെ വ്യൂസ്. ബാക്ക് ക്യാമറ വ്യൂസും ഈ പറഞ്ഞ പോലെ ഹൈലി ഇമ്പ്രസീവ് ഒന്നുമല്ല, എന്നാൽ തന്നെ ഒരു മിനിമം ഒരു ക്വാളിറ്റി ഉള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ, ഒരു ക്ലാരിറ്റി ഉള്ള രീതിയിൽ കിട്ടുന്ന രീതിയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ബാക്ക് ക്യാമറ മിക്കവാറും എല്ലാ ഡാഷ് ക്യാമറയും ബാക്ക് ക്യാമറ ഏകദേശം ഇതേ ക്ലാരിറ്റിയൊക്കെ തന്നെ ഉണ്ടാവുക. ഫ്രണ്ട് ക്യാമറ 2.5K ആണ് നമുക്ക് ശരിക്കും ഇതിൽ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ എന്തായാലും ആമസോണിൽ പ്രൊഡക്റ്റ് ലഭ്യമാണ്. വാങ്ങുന്നവർ ശരിക്കും ആലോചിച്ചിട്ട് തന്നെ മേടിക്കുക. കാരണം ഈ ഒരു പ്രൈസിൽ ചിലപ്പോൾ ഇതിലും നല്ലൊരു ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. തീരെ മോശമൊന്നുമല്ല, എന്നാൽ നമുക്ക് നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വരുന്നുമില്ല താനും. താങ്ക് യു.